ഇന്ന് നമ്മളെ പതിവിന് വിപരീതമായിട്ടൊരു കേക്കാട്ടോ പരിചയപ്പെടുത്തുന്നത്. കേക്ക് മേക്ക് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് നമ്മളിന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒറ്റ ഐറ്റത്തിൽ നിന്ന് പല ടൈപ്പ് കേക്കുകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് ബേസ് സെയിം ആയിട്ട് അതിൻ്റെ ബാലൻസ് ഇപ്പോൾ ഓരോരോ ഐറ്റം കേക്കായിട്ട് കൺവേർട്ട് ചെയ്ത് എങ്ങനെയാണ് അത് വരുന്നതെന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതൊരു ഹോം മെയ്ഡ് സ്ഥാപനമാണ്. അവർ അതിൻ്റെ തുടക്കത്തിൽ തന്നെ അവരുടെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് കാര്യങ്ങളെല്ലാം അവരുടെ വീട്ടിൽ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ പൗഡറുകൾ ചേർത്ത് അല്ലെങ്കിൽ അതിൻ്റെ മിക്സ് ചേർത്ത് അവർ ബീറ്റ് ചെയ്ത് അത് ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ പൂർണ്ണമായിട്ട് രോഗം. ഇന്ന് ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മകൻ്റെ ഏറ്റവും ഇളയ കുഞ്ഞിൻ്റെ 1 വയസ്സായ ദിവസമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കേക്ക് അവരോട് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവരോട് നമ്മൾ എന്നാൽ പിന്നെ ആ വീഡിയോ നമുക്ക് ലൈവായിട്ടും കൂടി എടുക്കാമല്ലോ എന്ന് ഓർന്ന് നമ്മൾ അവിടെ പോയി അവർ ഒരു ഭാര്യയും ഭർത്താവും കൂടെ നടത്തുന്നത്. അപ്പോൾ നമ്മൾ അവർ വീട്ടിൽ പോയി എടുത്ത വീഡിയോസാണോ നമ്മളിന്ന് കാണുന്നത്. ഇത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഇത് ചെറിയ ഐഡിയ ഉള്ളവർക്കൊക്കെ ഇത് പെട്ടെന്ന് പഠിക്കാനും പറ്റും. അതിലുപരി ഒരു ഐഡിയ ഇല്ലാത്ത ആളുകൾക്ക് ഈ സാധനം എങ്ങനെ ഉണ്ടാക്കാമെന്നും ഈ വീഡിയോ ഒന്ന് പഠിക്കാൻ പറ്റും. ആദ്യം നമുക്ക് വേണ്ടി ഇതുപോലത്തെ ഒരു സ്പഞ്ചാണ്. ഇത് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാറ്റർ ഓവനിൽ വെച്ച് ആക്കിയെടുക്കുന്ന ഈ രൂപത്തിലാണ് സ്പഞ്ച് എന്ന് പറയുന്നത്. ഇത് നമ്മൾ മേളിൽ അവർ ഒരു ചെറിയ കത്തിയ പാടൊക്കെ ഉണ്ടാവും വെക്കുമ്പോഴേ ഓവനിൽ വെച്ച് ആ ഒരു ഷേപ്പും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതായത് മുകളിൽ നിന്ന് അത് ഒരു ചെറിയ പാട പോലെ ലെയർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ ഒരു സ്പഞ്ച് 3 ലെയറായിട്ട് കട്ട് ചെയ്യും. എന്നിട്ടാണ് അവർ അതിനകത്ത് പല പല രീതിയിൽ, അതായത് വൈറ്റ് ഫോറസ്റ്റ് കൊണ്ടൊക്കെ വൈറ്റ് ഫോറസ്റ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ്, അല്ലെങ്കിൽ റെഡ് വെൽവെറ്റ്, ഫ്രൂട്ട് സലാഡ് കേക്ക്, പിന്നെന്താ പറയുക കാരമല്, പുഡിങ് പോലത്തെ കേക്കുകൾ എല്ലാം ഈ ഒരെണ്ണത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യം ഒരു ക്രീം തേച്ചിട്ട് അവർ ആദ്യത്തെ ഒരു ലെയർ വയ്ക്കുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ക്രീം പേസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ലെയർ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പഞ്ച് പീസ് വയ്ക്കുകയും അതിൻ്റെ പുറത്ത് ആ ഫോമിന് വേണ്ടിയിട്ട് ക്രീം തേച്ച് അതിന് പുറത്ത് ഒരു മിൽക്ക് മെയ്ഡ് ചേർത്ത്, പിന്നെ അതുകൂടാതെ വൈറ്റ് ചോക്ലേറ്റ്, പിന്നെ നട്ട്സ്, ബദാം എല്ലാം വച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് അടുത്ത ഒരു ലെയറും കൂടെ നമ്മുടെ സ്പഞ്ച് വെച്ച് അതിനകത്ത് മിൽക്ക് മെയ്ഡ് ചേർക്കുന്ന ഒരു ചെറുതായിട്ട് ഒന്ന് ഡൈല്യൂട്ട് ചെയ്യും വെള്ളത്തിൽ. എന്നിട്ടാണ് അവരത്, കാരണം അതിൻ്റെ അകത്ത് ആ ഒരു സിറപ്പിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യണത്. മിൽക്ക് മെയ്ഡ് ചെറുതായിട്ട് തേച്ച് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ആ ലെയർ വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് വീണ്ടും നമ്മുടെ ക്രീം തേച്ച് കൊടുക്കും. എന്നിട്ട് അതൊരു ലെയറായിട്ട് ക്രീമും ഒരു ലെയറായിട്ട് തന്നെ അങ്ങനെ നിർത്തും. അത് കഴിഞ്ഞിട്ട് ആദ്യം ചെയ്തതുപോലെ തന്നെ വീണ്ടും മിൽക്ക് മെയ്ഡ്, അതിൻ്റെ പുറത്ത് വൈറ്റ് ചോക്ലേറ്റ്, പിന്നെ നട്ട്സ്, ബദാം, അതിനുശേഷം ആ സൈഡിൽ കൂടെ ഇരിക്കുന്ന എല്ലാം അതിനകത്തേക്ക് തന്നെ, അതായത് നമ്മൾ മേളിൽ ലെയർ വയ്ക്കുമ്പോൾ അതിനകത്ത് തള്ളി വരുന്ന ആ ക്രീം വീണ്ടും ഒന്ന് ഷേപ്പാക്കി അവർ റൗണ്ടിൽ ചെയ്യുകയും പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ആദ്യം വെച്ച പോലെ തന്നെ ആ മിൽക്ക് മെയ്ഡ് ഇതാക്കി കൊടുക്കുന്നുണ്ട്, കാരണം ആ ഒരു സിറപ്പിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് 3 ലെയറും വെച്ച് കഴിഞ്ഞു. എന്നിട്ട് 10 മിനിറ്റ് ക്രം കോട്ടിങ് ചെയ്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താട്ടോ. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ ഡിസൈനിങ് ആണ് നടക്കുന്നത്. അതായത് ഫുള്ളായിട്ട് പേസ്റ്റ് റൗണ്ട് ചെയ്ത്, അതായത് മീൻസ് ആ ക്രീം ക്ലിയർ ചെയ്ത് അതിന് ഷേപ്പാക്കി അതിനകത്ത് ഡിസൈൻ ചെയ്യും. ഇങ്ങനെ മനോഹരമായിട്ട് ഒരു റോസാപ്പൂവും അതിൻ്റെ ഇലയൊക്കെ വരച്ച് കേക്ക് നല്ല ഭംഗിയുള്ളതാക്കും. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്പഞ്ച് സെയിം ആയിരിക്കും. നമ്മളതിനകത്തെ കോട്ടിങ്ങുകൾ മാറ്റിയിട്ടും ഡിസൈൻ മാറ്റിയിട്ടുമാണ് പുതിയ ഓരോ കേക്കുകൾ ഉണ്ടാക്കുന്നത്. ഇത് ഫ്രൂട്ട് സലാഡ് കേക്ക്. അപ്പോൾ ആ സ്പഞ്ചിൻ്റെ ഒരു പീസ്, അതായത് 3 ലെയർ കട്ട് ചെയ്തതിൽ ഒരു പീസ്, ആ പീസിൻ്റെ പുറത്ത് അവർ ചെറുതായിട്ട് ക്രീം റൗണ്ട് ചെയ്തിട്ട് അതിനകത്ത് അവർ സൂക്ക് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ്, കട്ടിങ് ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്ത്, എന്നിട്ട് അതിൻ്റെ അകത്ത് വീണ്ടും ക്രീം തേച്ച് ഒരു കോട്ടിങ് കൊടുക്കും കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ പുറത്ത് ഒരു കോട്ടിങ് ക്രീം തേച്ച് അതിൻ്റെ പുറത്ത് നട്ട്സ് ആട്ടോ ഇടുന്നത്. അതായത് ഒരു ക്രഞ്ചി ടൈപ്പായി സാധനം അവർ ചെയ്യുന്നത്. ഫുള്ള് നട്ട്സ് ഇട്ട് അതിൻ്റെ പുറത്ത് അടുത്ത് ആ ഒരു സ്പഞ്ച് വെച്ച് വീണ്ടും നമ്മുടെ ആ ലിക്വിഡിറ്റി കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവർ മിൽക്ക് മെയ്ഡ് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും സെയിം പ്രൊസീജിയർ അടുത്ത ലെയറിൽ വീണ്ടും അവർ സൂക്ക് ചെയ്ത ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്ത് ആ ലെയർ ഫില്ല് ചെയ്യും. അതിൻ്റെ പുറത്ത് വീണ്ടും 3ാമത്തെ സ്പഞ്ച് വെച്ച് ഫൈനൽ ടച്ചപ്പ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് നട്ട്സ് ഇട്ട് വരും. അവസാനം നമ്മൾ പറഞ്ഞത് ഇതുപോലെ അടിപൊളി കപ്പും
പിന്നെ നമ്മളൊരു ക്യാരമൽ 2 കിലോ വരുന്ന ഒരു ക്യാരമൽ കേക്ക് ഓട്ടോ അതിനകത്ത് വെച്ചാൽ അത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ അവർ ചെയ്തു തരും. നമുക്കൊരു സിമ്പിൾ സാധനം മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം അവർ കുറച്ച് സ്റ്റാറും ചെറിയൊരു സെറ്റപ്പ് ചെയ്തിട്ടാണ് വെച്ച് തന്നെ. പിന്നെ അവർക്ക് ബേക്കിംഗ് ക്ലാസ്സും ഉണ്ട്. നിങ്ങൾ പറയുന്ന അനുസരിച്ച് അവരത് പഠിപ്പിക്കും ടൈം അനുസരിച്ച്. 4 വർഷക്കാലത്തോളമായി അടിമാലിയിൽ ബിസ്മി ഹോം മെയ്ഡ് കേക്ക് എന്ന് പറഞ്ഞ് ഞങ്ങൾ കേക്ക് സെയിൽ ചെയ്തിരുന്നു. അതിൻ്റെ കൂടെ പുഡിങ്സ്, ബ്രൗണി, അങ്ങനെ അതിൻ്റെ കാര്യങ്ങളും നന്നായിട്ട് തന്നെ പോകണം. കേക്ക് ബേക്കിംഗ് ക്ലാസ് നടത്തുന്നുണ്ട്. വീട്ടിൽ തന്നെ ആവശ്യക്കാർ നേരത്തെ വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ബേക്കിംഗ് ക്ലാസ്സുകൾ പണ്ടേ ബേക്കിംഗ് ക്ലാസ് ആയിട്ട് എടുത്ത് നടത്തി കൊടുക്കുന്നുണ്ട്. കേക്കുകൾ നമ്മൾ പൂർണ്ണമായിട്ടും ഹോം മെയ്ഡായിട്ട് ചെയ്യുന്ന കാരണം ഓർഡർ അനുസരിച്ച് മാത്രമാണ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഉണ്ടാക്കി വെച്ച കേക്കുകളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. പിന്നെ ഇതിന് മാത്രമായിട്ട് നമുക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ബിസ്മി HC എന്നും പറഞ്ഞ്, ബിസ്മി ഹോം മെയ്ഡ് കേക്ക്. അതിനകത്ത് നമ്മൾ അത്യാവശ്യം കേക്കുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ കേക്ക് ബേക്കിംഗ് ക്ലാസ്സിൻ്റെ കുറച്ച് ഡെമോയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് അതിൽ നോക്കി നമ്പറൊക്കെ അനുസരിച്ച് വിളിച്ച് കഴിഞ്ഞ് നമ്മളതനുസരിച്ച് കേക്കുകൾ ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ഒക്കെ പരിധിയിൽ എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. കേക്ക് നല്ല കേക്കായിരുന്നു. അപ്പോൾ ഹോം മെയ്ഡ് കേക്ക് താല്പര്യമുള്ളവർക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ വാങ്ങേണ്ടവർക്ക് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഐബ ഫുഡീസ്.